ഹായ്, ഞാൻ ദീപ. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 24 ഷൂട്ട് ചെയ്തതാണ്. പക്ഷേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് എഡിറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അന്ന് ഒരു ശനിയാഴ്ചയായിരുന്നു. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറയുന്നത് വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. വേളി ടൂറിസ്റ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഒരു പിക്നിക് സ്പോട്ടാണ്. അവിടെ നമുക്ക് ബോട്ട് റൈഡ് ചെയ്യാം, പിന്നെന്താണ് കടലുണ്ട് അടുത്ത്, പിന്നെ പാർക്കുണ്ട്, പിള്ളേർക്ക് ഓടിച്ചാടി കളിച്ച് നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്, നല്ല രസമാണ്. അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇരുന്നത്. പക്ഷേ നമ്മൾ ഒരുങ്ങാൻ തുടങ്ങിയ സമയത്തേക്ക് 2 പേര് അപ്രതീക്ഷിതമായിട്ട് വന്നു. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിരുന്നപ്പോഴത്തെ സമയം അങ്ങ് പോയി. അപ്പോൾ പിന്നെ ഏതാണ്ട് ഒരു 5:30 കഴിഞ്ഞിട്ടാണ് നമുക്ക് റെഡി ആവാൻ പറ്റിയത്. അപ്പം വേളിയിലേക്ക് കയറണമെങ്കിൽ ഒരു 6 മണിക്ക് മുന്നേ അവിടെ എത്തണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി കണ്ട് തിരിച്ചു വരാനേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്തു. നമ്മൾ വേളിയുടെ അടുത്ത് തന്നെയുള്ളതാണ് വെട്ടുകാട് പള്ളി, പിന്നെ ശംഖുമുഖം, അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പം നമ്മൾ ആദ്യം വെട്ടുകാട് പള്ളിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ പ്ലാൻ ചേഞ്ച് ചെയ്തു. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് എയർപോർട്ട് റോഡ്. നമ്മുടെ വീട് പേട്ടയാണ്. പേട്ടയിൽ നിന്ന് എയർപോർട്ട് റോഡിലേക്ക് പോകാമെന്ന് പറയുന്നത് എളുപ്പമാണ്. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആണ് എയർപോർട്ടിൻ്റെ ഏരിയ ആണ്. അതിനകത്ത് എയർപോർട്ടും പ്ലെയിനും ഒക്കെ കാണാൻ പറ്റും. ഈ ഒരു റോഡിൽ കൂടിയാണ് നമ്മൾ മിക്കവാറും ഡ്രൈവിംഗ് പഠിക്കുന്നവരൊക്കെ ആദ്യം വന്ന് പഠിക്കുന്ന റോഡ്. ഈ ഒരു സ്ഥലമാണ്. ഈ ഒരു വളവൊക്കെ കണ്ടല്ലോ, ഈ ഒരു വളവിൽ കൂടെയൊക്കെയാണ് നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നത്. മെയിൻലി കാറ് പഠിക്കണമെങ്കിൽ ഈ ഒരു ഏരിയയിൽ കൂടെ ഓടിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം സ്മൂത്ത് റോഡാണ്, അപകടമൊക്കെ പറ്റാം, എങ്കിലും കുറച്ചും കൂടെ സ്പേസ് ഉണ്ട്, അധികം ഒരു റഷൊന്നും ഇല്ലാത്തൊരു റോഡാണ് കേട്ടോ. ഇനി ഇതേ ഈ കാണുന്നതാണ് ഓൾ സെയിൻസ് കോളേജ്. ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചത് ഈ ഒരു കോളേജിലാണ്. അപ്പം സ്ഥിരമായിട്ട് ഞാൻ കോളേജിലായിരുന്ന സമയത്ത് എല്ലാ ആദ്യ വെള്ളിയാഴ്ചകളിലും അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ വെട്ടുകാട് പള്ളിയിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡ് നോക്കിക്കോണം, അതെല്ലാം എയർപോർട്ടിൻ്റെ സൈഡ് തന്നെയാണ്. ഇപ്പം നമ്മളൊരു ഇട റോഡിലോട്ട് കയറി, എന്നിട്ട് സ്ട്രെയിറ്റ് അവേ പോയി കഴിഞ്ഞാൽ എത്തുന്നതാണ് വെട്ടുകാട് പള്ളി. ഇതാ ഈ കാണുന്നതാണ്, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വെട്ടുകാട് പള്ളി. ഇതിവിടെ ഭയങ്കര ഫേമസ് ആയ ഒരു പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇടയ്ക്ക് അത് പുതുക്കി പണിതാണ്. പണ്ടിങ്ങനെ അല്ലായിരുന്നു ഈ പള്ളി. ഇതിപ്പം ഭയങ്കര ഗ്രാൻഡായിട്ടുള്ളൊരു പള്ളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഇവിടെ എന്തെങ്കിലും ഫങ്ഷൻ കാണും, ഒന്നേ കുർബാന കാണും, അല്ലെങ്കിൽ ഒരു കല്യാണം കാണും. അതുകൊണ്ട് നമുക്ക് പള്ളിക്ക് അകത്ത് കയറാനായിട്ടോ അകത്തൊന്ന് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനോ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല. പുതുക്കി പണിതിട്ട് എത്രയും നാൾ വന്നിട്ട് നമുക്കത് പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യവും അത് പറ്റിയില്ല. പിന്നെ ഉള്ളതാണ് ഈ ക്രിസ്തുരാജൻ്റെ ഈ തിരുസ്വരൂപം. ഇതിവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. ഭയങ്കര ശക്തിയുള്ള തിരുസ്വരൂപം എന്നാണ് ഇവിടുത്തുകാരുടെ ഒരു വിശ്വാസം. എൻ്റെയൊക്കെ വിശ്വാസം അത് തന്നെയാണ്. ഞാൻ മെയിനായിട്ടുള്ള ഇൻ്റർവ്യൂസ്, മെയിനായിട്ടുള്ള പരീക്ഷകളൊക്കെ വരുമ്പോഴത്തേക്കും പേന ഉൾപ്പെടെ കൊണ്ടുവന്ന്, പേന ഹോൾ ടിക്കറ്റൊക്കെ കൊണ്ടുവന്ന് ക്രിസ്തുരാജൻ്റെ ഈ കുരിശിൻ്റെ അടിയിലൊന്ന് മുട്ടിച്ച് ആണ് പോയിട്ട് പരീക്ഷയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് എനിക്ക് ആ ഒരു വിശ്വാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ചാച്ചി ടെൻഡർ ഇടും, കോൺട്രാക്ടറാണല്ലോ. അപ്പം ടെൻഡർ ഇടാൻ പോകുമ്പോഴത്തേക്ക് മിക്കവാറും വെള്ളിയാഴ്ചകളിലാണെങ്കിൽ അച്ചാച്ചിക്ക് ടെൻഡർ വരുന്നതെങ്കിൽ അച്ചാച്ചിക്ക് ഭയങ്കര ഉറപ്പാണ് അച്ചാച്ചി കിട്ടും. അങ്ങനെ ആ ഒരു വിശ്വാസം അത് കറക്റ്റായിട്ട് നടന്നിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാച്ചി ടെൻഡറൊക്കെ എഴുതി ടെൻഡർ ഫുള്ള് സീൽ ചെയ്തിട്ട് എപ്പോഴും കൊണ്ടുവന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഈ ഒരു തിരുസ്വരൂപത്തിലൊന്ന് വെച്ച് മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയാണ് ടെൻഡർ ഇടാറുള്ളത്. അപ്പോൾ ആ ഒരു പാത പിന്തുടർന്ന് തന്നെയാണ് ഞാനും. ഇൻ്റർവ്യൂ ആയാലും അത് അന്നത്തെ ദിവസമായിരിക്കത്തില്ല, ഞാൻ ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ഞായറാഴ്ചകളിലോ, പരീക്ഷയാണെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ വന്നിട്ട്, മിക്കവാറും ഇവിടെ ഓൾ സെയിൻസിൽ തന്നെയാണല്ലോ പരീക്ഷ, അപ്പോൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പള്ളിയും ഈ ഒരു സ്ഥലവും ഈ ഒരു തിരുസ്വരൂപമായിട്ട് നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റാണ് കേട്ടോ. പിന്നെന്താണ്, ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്നൊരു പള്ളിയാണ്. അപ്പോൾ കടലിപ്പോൾ കുറേ ഇങ്ങ് കയറിയിട്ടുണ്ട്. നമ്മളൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഇഷ്ടംപോലെ കടൽ കളിക്കാനുള്ളൊരു ബീച്ച് ഏരിയ കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ കുറേ കയറി. അപ്പോൾ എനിക്ക് ഈ ഒരു പള്ളിക്കകത്തോട്ട് ഇതുവരെ കയറാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ട്. പക്ഷെ പണ്ടത്തെ ഒരു പള്ളി ഉണ്ടായിരുന്നു.
പക്ഷേ ഇതിന് മുന്നത്തെ പള്ളി, അതായത് ഇത് പൊളിച്ച് പണിയുന്നതിന് മുന്നേ ഉള്ള പള്ളി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഒരു സമാധാനമാണ് ആ പള്ളിക്കകത്ത് കയറി ഇരിക്കുമ്പോൾ. തറയോടൊക്കെ ആയിരുന്നു എൻ്റെ തറ. ഇപ്പോൾ എനിക്കൊന്ന് മാർബിളും ഗ്രാനൈറ്റും ഒക്കെയാണെന്ന് തോന്നുന്നു. ഭയങ്കര വെട്ടിത്തിളങ്ങുന്ന പരിപാടികളൊക്കെയാണ് ഈ പള്ളിക്കകത്ത്. നിങ്ങളെ ഒരു ദിവസം കാണിക്കാം. എനിക്ക് എന്തായാലും ഇപ്രാവശ്യവും പറ്റിയില്ല. ഇപ്രാവശ്യം ചെന്നപ്പോഴും അവിടെ കുർബാന നടക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പണ്ടത്തെ പള്ളി അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ കടൽക്കാറ്റും ഒക്കെ ആയിട്ട് അവിടെ ഇരുന്ന് നമുക്ക് അൾത്താരയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഭയങ്കര സന്തോഷം, ഒരു സമാധാനമായിരുന്നേ. അപ്പോൾ ഈ ഒരു ഇപ്പോഴത്തെ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതുവരെ കയറിയിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഭയങ്കര ബഹളമാണ്. ഇപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരാണ്. അല്ലെ തന്നെ ഇതൊരു തീർത്ഥാടന കേന്ദ്രം പോലെയാണ്. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സമയവും, ദിവസത്തിൻ്റെ എല്ലാ സമയവും ഇവിടെ ആൾക്കാർ വന്നും പോയും ഒക്കെ ഇരിക്കും. അത് ക്രിസ്ത്യൻസ് മാത്രമല്ല, എല്ലാ ജാതിയിലുള്ള ആൾക്കാരും, എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും ഇവിടെ വരാറുണ്ട്, തിരി കത്തിക്കാറുണ്ട്. അപ്പോൾ അതൊരു മതമൈത്രി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ. അപ്പോൾ ഈ പള്ളി എന്ന് പറയുന്നത് ലത്തീൻ അതിരൂപതയുടെ കീഴിലുള്ള പള്ളിയാണ്. അപ്പോൾ ഇവിടെയുള്ള ഇടവക്കാരെന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ല പൈസ പാർട്ടീസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവരുടെ എല്ലാ സപ്പോർട്ടും, അല്ലാതെ പുറത്തുനിന്നും ഒക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പള്ളി പണിയുടെ സമയത്ത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഫീലാണ്. ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. ഇപ്പോൾ കുറച്ച് നേരം വന്നിരുന്ന് ധ്യാനിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ചെറിയ കടൽക്കാറ്റുണ്ട്, അതുപോലെ നല്ലൊരു ഫീലാണ്. അപ്പോൾ രാത്രിയിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നടക്കില്ല. ഒറ്റയ്ക്ക് വന്ന് കാര്യമായിട്ടിരുന്ന് ധ്യാനിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഇതെപ്പോഴും ഓപ്പണാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ട്രിവാൻഡ്രത്ത് വരുവാണെങ്കിൽ ഈ ഒരു സ്ഥലം വന്ന് കാണണം കേട്ടോ. ഇത് എയർപോർട്ടിനടുത്തായിട്ടാണ് ഇതിൻ്റെ സ്ഥലം. പിന്നെ വെട്ടുകാട് പള്ളി എന്നാണ് പരക്കെ അറിയപ്പെടുന്നത്. ഇതിൻ്റെ പേര് ക്രൈസ്റ്റ് കിങ് എന്നാണ് ശരിക്കും പള്ളിയുടെ പേര്. അപ്പം ഇത് കടലിനോടടുത്താണ് കിടക്കുന്നത്. അപ്പം എപ്പോഴും ഇവിടെയൊക്കെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ വന്നിരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാം കേട്ടോ. നല്ലൊരു സ്ഥലമാണ്. നമുക്ക് ഇവിടെ വന്ന് പിള്ളേർ കളിക്കുവാണ്, അധികം അലമ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ശംഖുമുഖമൊക്കെ കണ്ടേച്ച് പോവാം. അപ്പോൾ പള്ളി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ കടലിൽ വന്ന് കളിക്കുക എന്നുള്ളതാണ്. കപ്പലണ്ടി കുറിക്കുക, പിന്നെ ഐസ്ക്രീം വാങ്ങിക്കുക, അങ്ങനെയുള്ള കലാപരിപാടികൾ നമുക്ക് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പണ്ട് ഈ ഒരു കടലെന്ന് പറയുന്നത് കുറേ ഇറങ്ങിയിട്ടായിരുന്നു കേട്ടോ. ഇപ്പം ഇങ്ങ് കയറിയിട്ട് ഇപ്പോൾ തിട്ടയൊക്കെ കെട്ടിയിട്ടേക്കുവാണ്. ഒട്ടും ഒരു ബീച്ച് ഏരിയ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ വേസ്റ്റ് വന്ന് അടിയുന്നതാണോ അതോ കൊണ്ടിടുന്നതാണോ എന്നൊരു പിടിയില്ല. ഇഷ്ടംപോലെ വേസ്റ്റ് ഉള്ളൊരു ബീച്ചാണ് ഇവിടെ. ശംഖുമുഖത്ത് പിന്നെയും ക്ലീനാണ്. ഇപ്പം ഞാൻ അങ്ങനെ ശംഖുമുഖത്തോട്ടൊന്നും പോകാറില്ല, കാരണം അവിടെയും ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. കെട്ടിയ തിട്ടയാണേലും എല്ലാം അങ്ങ് പോയി. കടൽ കുറേ ഇങ്ങ് കയറി വന്നിരിക്കുകയാണ്. അപ്പം ബീച്ചിൽ കളിക്കാമെന്നുള്ള രീതിയിലൊന്നും നമുക്ക് ശംഖുമുഖത്ത് പോയി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ വരുന്നത് ഈ ഒരു സ്ഥലത്താണ്, പള്ളിയോട്ട് അടുത്ത് കിടക്കുന്ന കടലിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പം നോക്കിയിട്ട് കുറച്ചൊരു വൃത്തിയായിട്ട് കിടപ്പുണ്ട് ഒരു സൈഡ്. പക്ഷെ സാധാരണ ഇവിടെ ഫുള്ള് പ്ലാസ്റ്റിക് വേസ്റ്റാണ് വന്ന് കിടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ നല്ലൊരു പോർഷനാണ്. എന്നാലും കടൽ കുറേ ഇങ്ങ് കയറിയിട്ടുണ്ട്. അപ്പം കടലിൽ കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ്. അന്നെ ഇറങ്ങിയപ്പോഴേ പറഞ്ഞത് കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. അപ്പം ഞാൻ ഈ ക്യാമറയും തൂക്കി നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനും അതിനകത്തോട്ട് പോയി ഇറങ്ങിയാനേ. എന്നാലും നമ്മൾ കാല് നനയ്ക്കുന്ന പരിപാടിയേ ഉള്ളൂ, ഫുള്ള് നനയാറില്ല. എങ്കിലും ഇപ്രാവശ്യം 2 പേരും, ആനി മൊത്തത്തിൽ നനഞ്ഞിരിക്കുവാന്നു. അപ്പം അന്നയ്ക്കാണേലും ബിജുവിൻ്റെ മണ്ടയിലോട്ട് ചാടിക്കയറുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. അവൾക്ക് പേടിയുമാണ്, എന്നാൽ കളിക്കുകയും വേണം. അതാണ് അന്നയുടെ ഒരു പോളിസി. ആനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, വിട്ട് കഴിഞ്ഞാൽ നേരെ അവൾ ഇറങ്ങിപ്പോവും. അപ്പം നമ്മൾ ഇവിടെ ആണേലും ഏതൊരു കടൽ തീരത്താണേലും ശംഖുമുഖത്താണേലും അല്ല വേളിയിൽ ഉള്ള കടൽ തീരത്താണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് ഗാർഡ് വന്നിട്ട് നമ്മളെ അങ്ങോട്ടേക്ക് വിടത്തില്ല, നമ്മളിങ്ങോട്ട് തിരിച്ചു വിളിക്കും. ഇപ്പം ഏതാണ്ട് ഒരു 6:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പം ലൈഫ് ഗാർഡ് ഇടയ്ക്ക് വന്നിട്ട് വിസിലടിച്ച് നമ്മളെ മാറ്റുന്നുണ്ട്.
മാറി നിൽക്കാൻ പറയുന്നുണ്ട്. അപ്പം ഇതിൽ കുറേ നേരം കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് സമയം പോകുന്ന അറിയത്തില്ല. അപ്പം പിള്ളേരോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവർ ഇറങ്ങാതെ അങ്ങനെ തന്നെ നിൽക്കുവാണ്. ആനീനെയൊക്കെ പിടിച്ചു വലിച്ചാണ് പിന്നെ നമുക്ക് ഇറക്കി കൊണ്ടുവരാൻ പറ്റിയത്. അപ്പം ഞാൻ പിന്നെ ഇറങ്ങിയില്ല എന്നുള്ളതാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും മോൾ ഓഫ് ട്രാവൻകൂർ വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫുള്ള് നനയാനായിട്ട് നിന്നില്ലല്ലേ. പിന്നെ മോളിൽ കൂടെ നടക്കുമ്പോൾ നമ്മളാകെ നനഞ്ഞൊലിച്ച് ഒട്ടി നടക്കേണ്ടി വരും. അപ്പോൾ ഏതാണ്ട് കുറച്ച് നേരം കളിച്ച് ഒരു വിശപ്പടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പിള്ളേരെയും വലിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകാനുള്ള പരിപാടി നോക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെ ഇവിടെ വന്നിട്ട് ഈ ഒരു പള്ളിയും കൂടെ കാണിക്കണം എന്ന് വിചാരിച്ച ആ ഒരു ഇൻറ്റൻഷനിലാണ് വന്നത്. പക്ഷെ നമ്മൾ തിരിച്ചിറങ്ങാറായപ്പോഴും കുർബാന തീർന്നിട്ടുണ്ടായിരുന്നില്ല, എന്തോ പരിപാടികളും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ പള്ളിക്കകത്തോട്ട് പോയി അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ പള്ളിക്കകം കാണിക്കാത്തത്. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ പള്ളിക്കകമൊക്കെ കാണിക്കാം. പിന്നെ ഇനി ഇവിടെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് പള്ളിയുടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ബുക്ക് സ്റ്റോളും പിന്നെ കുറേ അധികം തിരുസ്വരൂപങ്ങളൊക്കെ വിൽക്കുന്ന കടയുണ്ട് കേട്ടോ. അപ്പം ഫോട്ടോസും ഒക്കെ വിൽക്കുന്ന കടയുണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്നാണ് നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന കുരിശുരൂപമൊക്കെ കണ്ടിട്ടില്ലേ, കുരിശുരൂപവും അതിൻ്റെ സൈഡിലൊക്കെ വെച്ചേക്കുന്ന ചെറിയ ചെറിയ രൂപങ്ങളൊക്കെ വാങ്ങിച്ചത് ഇവിടെ വെട്ടുകാട് പള്ളിയിൽ ഇവിടെ വന്നിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ ബാക്കിയുള്ള 1-2 ഫോട്ടോസ് മാത്രമാണ് നമ്മൾ നമ്മുടെ പള്ളിയുടെ തൊട്ടപ്പുറത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചത്. അപ്പം നമ്മുടെ വീട്ടിൽ വെച്ചേക്കുന്ന നടുക്കത്തെ ആ ഒരു കുരിശുരൂപം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 2500 രൂപയായിരുന്നു. അത് ഇവിടുന്നാണ് ഇവിടെ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രത്ത് എല്ലായിടത്തും തപ്പിയിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഒരു രൂപമാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇവിടെ തന്നെ 2-3 കടയുണ്ട്. ഒന്ന് പള്ളിയുടെ തന്നെയായിട്ടൊരു സ്റ്റോളുണ്ട്, അല്ലാണ്ട് വേറെ 1-2 കടകളും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയി തപ്പിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതിനെന്തോ ടൈമിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, ഇത്ര സമയം വരെ ഉള്ളൂ എന്നും കണ്ടുണ്ട്. പിന്നെ നമുക്ക് പോകാൻ വയ്യാണ്ട് അങ്ങനെ നിന്ന് ആനി എന്നെയും കൂടെ മണ്ണ് വാരലും കക്ക പെറുക്കലും ഒക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് പിന്നെ പതുക്കനെ എന്തായാലും തിരിച്ച് പോകാമെന്നുള്ള രീതിയിലേക്ക് തിരിച്ച് നടന്നു തുടങ്ങി നമ്മൾ. അപ്പോൾ പോകാറായപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, 2-3 ദിവസമായിട്ട് അന്നയ്ക്ക് പേടി, രാത്രി കിടന്ന് കരച്ചിൽ, ആനിക്ക് പേടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു വിട്ടിരുന്നു ഇവിടെ വന്നിട്ട് നൂല് ഇവിടെ ഇങ്ങനെ നമുക്ക് അച്ഛനിവിടെ സ്ഥിരമായിട്ട് കാണും. നമുക്ക് പിള്ളേരെ തലയ്ക്ക് പിടിപ്പിക്കുക, പിള്ളേരെ മാത്രമല്ല നമ്മുടെ ആണെങ്കിലും തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ടാണെങ്കിലും, അല്ലാതെ ഇപ്പം നൂല്, വെള്ളം, വെഞ്ചരിച്ച സാധനങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ വെഞ്ചരിക്കാനൊക്കെ ഇവിടെ എപ്പോഴും ഒരച്ഛൻ കാണും. അപ്പോൾ അങ്ങനെ ഒന്ന് കൊണ്ടുപോയി ആനിനെ ഒന്ന് തലയ്ക്ക് പിടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു മേട എന്ന് വേണമെങ്കിൽ പറയാം, മേടയിലോട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇതാണ് നൂല്. അതവിടെ വെഞ്ചരിച്ചിട്ട് ഒരു നൂല് ഇങ്ങനെ സ്പൂളിൽ ചുറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് പിള്ളേരുടെ കയ്യിലൊക്കെ കെട്ടിക്കൊടുക്കും, പേടിക്കാതിരിക്കാനാണേ. അപ്പം അത് നമ്മളൊക്കെ കുഞ്ഞിലേ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ ഞാൻ അന്നയ്ക്കും ആനിക്കും കെട്ടിക്കൊടുത്തു. പിന്നെ ഇവിടെ കുറേ പേര് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും, പിന്നെ ഈ ഒരു ക്രിസ്തുരാജത്തിൻ്റെ തിരുരൂപത്തിന് ചുറ്റും ഇങ്ങനെ കൊന്ത ചൊല്ലിയിരിക്കും ആൾക്കാർ. അതൊക്കെ ഓരോ നേർച്ചകളാണ് കേട്ടോ, പലതരം നേർച്ചകളുണ്ട്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. ഞാൻ വരുമ്പോൾ മിക്കവാറും ഇവിടെ മെഴുകുതിരി കത്തിക്കലും പിന്നെ ഇങ്ങനെ കൊന്ത ചൊല്ലി ഇരിക്കലും, പിന്നെ ആ ഒരു കയറി വരുന്നൊരു കോറിഡോർ, ഈ കാണുന്നൊരു കോറിഡോർ ഉണ്ടല്ലോ, ഇത് ഫുള്ള് വൃത്തിയാക്കൽ, അതൊക്കെ ഓരോ നേർച്ചയായിട്ട് ഓരോരുത്തർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളങ്ങനത്തെ ഇതൊന്നും നമുക്കറിയത്തില്ല എന്താ ചെയ്യേണ്ടതെന്നൊന്നും. അപ്പം നമ്മൾ വരിക, ഇവിടെ വന്ന് ഈ ഒരു പള്ളിക്കകത്ത് കയറിയില്ലെങ്കിലും ഈ ഒരു രൂപത്തിൻ്റെ അടുത്ത് വന്ന് ഒന്ന് മുത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മോൾ ഓഫ് ട്രാവൻകൂറിനകത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറാണ്. അപ്പം നമ്മൾ വെറുതെ ഇറങ്ങിയേക്കുവാണ് ഇങ്ങനെ തേരാപ്പാര നടക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് വെളിയിൽ പോകാനാണല്ലോ, അപ്പോൾ ആ ഒരു ടൈം തീർക്കണമല്ലോ. അതുകൊണ്ട് നമ്മളെന്തായാലും സ്ഥിരം ഡെസ്റ്റിനേഷൻ മോൾ ഓഫ് ട്രാവൻകൂറിലേക്ക് പോയി.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ബാഗ് തപ്പുവാണ്, ഇങ്ങനെ 2 സൈഡ് ഇടാൻ പറ്റുന്ന ബാഗ്. കാരണം എനിക്ക് 1 സൈഡ് ബാഗ് ഇടുമ്പോഴത്തേക്കും കഴുത്ത് ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു തോളോട് ചേർന്നിട്ട് കഴുത്ത് കയറി ഭയങ്കര വേദന എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും പിള്ളേരെയും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കണം. കൊച്ചിൻ്റെ വെള്ളം കുപ്പി, പാല് കുപ്പി, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ അവൾക്ക് വേണ്ട ഡയപ്പറോ അല്ലെങ്കിൽ തുണിയോ വേറെ ഡ്രസ്സോ ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ബാഗ് വേണം. അപ്പോൾ ബാഗും തൂക്കി നടക്കുമ്പോഴത്തേക്കും നമുക്ക് കഴുത്ത് കയറി ഭയങ്കര പ്രയാസം. അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ ഒരു 2 സൈഡഡ് ബാഗ് വാങ്ങിക്കാമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ആനിയുടെ വക അലമ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് അവൾക്ക് വിശക്കുന്നും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അവൾ പതുക്കനെ അലമ്പാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇവർക്കൊരു സമാധാനത്തിന് പ്ലയാസ ആ ഒരു മുകളിലത്തെ ടോപ്പിലത്തെ ഏരിയയിൽ പോയില്ലെങ്കിൽ ഇവർക്ക് ഒരു സമാധാനക്കേടാണ്. അപ്പം ഈ പ്രാവശ്യം കയറാനല്ല, വെറുതെ അവിടെയൊക്കെ പോയി നോക്കി നിന്നേച്ച് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഒന്ന് കയറി. പാനീനെ വെറുതെ കയറ്റിയിരുത്തിയേക്കോ കേട്ടോ, ഇതിനകത്തൊന്നും പൈസ ഇട്ടിട്ട് കളിക്കുന്ന പരിപാടിക്കല്ല. അപ്പോൾ അന്ന അവിടെ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നയ്ക്ക് കയറണം, ഏതിലെങ്കിലുമൊക്കെ കളിക്കാൻ കയറണം എന്നും പറഞ്ഞിട്ട് അന്ന ഓടിച്ചാടി നടക്കുവാണ് ആ വഴി. അവസാനം അന്ന വാശി പിടിച്ച് 1-2 ഗെയിംസൊക്കെ കളിച്ചു. അപ്പോൾ നമുക്കിവിടെ പ്ലയാസയിൽ ഒരു കാർഡാണ്, നമ്മൾ 1000 രൂപയുടെ ഒരു കാർഡാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ടാണ് ഓരോ മെഷീനിലും കയറേണ്ടത്. അപ്പോൾ അതിൽ കയറി കഴിയുമ്പോൾ ചിലതിലൊക്കെ നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റ്സ് ഇവിടെ തന്നെ ഒരു ടിക്കറ്റ് സ്റ്റേഷനുണ്ട്, അതിലേക്ക് ഇട്ട് നമ്മുടെ ഈ കാർഡിലേക്ക് കുറച്ചൊരു പൈസ തിരിച്ച് ആഡ് ആവും. അപ്പോൾ അതാണിപ്പോൾ അന്ന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ കാർഡ് കാണുന്നതാണ് പോയിൻറ്റ്സ്. അപ്പോൾ ആ പോയിൻറ്റ്സ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് കുറച്ചൊരു എമൗണ്ട് നമ്മുടെ ഈ ഒരു കാർഡിലേക്ക് കയറും. അപ്പോൾ ഇവർ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഓടിപ്പോയിട്ട് ഈ പ്ലയാസയുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് DC ബുക്സിൻ്റെയും മാതൃഭൂമി ബുക്സിൻ്റെയും 2 കടയുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരം ബുക്കൊക്കെ നോക്കി തൊട്ടും പിടിച്ചൊക്കെ ഇരിക്കും. അവസാനം 1-2 ബുക്ക് വാങ്ങിക്കും. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു ബുക്കേ വാങ്ങിച്ചുള്ളൂ. പബ്ലിക് സ്പീക്കിങ്ങിനെ പറ്റിയിട്ടൊരു ബുക്കാണ്. അത് കുറേശ്ശെ വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ടീഷർട്ട്, അന്നയ്ക്ക് വേണ്ടിയിട്ട് 2 ടീഷർട്ട് വാങ്ങിച്ചു. പിന്നെ ഈ കാണുന്നതാണ് ആ ബാഗ് വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. നിങ്ങൾക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം.